ശരി. നമുക്കിതൊന്ന് പരിശോധിക്കാം. ഈ പുതിയ വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വളരെ ചിന്തോദ്ദീപകമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതെ, തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു വിഷയം. അതെ, നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആധുനിക വിശ്വാസത്തിന്റെ വ്യാജ സുരക്ഷിതത്വവും ദൈവിക സത്യവും എന്ന പേരിൽ വന്നിട്ടുള്ള വളരെ പ്രസക്തമായ ചില ലേഖനങ്ങളും ആശയങ്ങളുമാണ്. അതായത് ഇന്നത്തെ കാലത്ത് മതവിശ്വാസം എന്നു പറയുന്നത് വെറുമൊരു ചട്ടക്കൂടായി മാറിയോ, അതോ അതിലിപ്പോഴും യഥാർത്ഥ ആത്മീയത ബാക്കിയുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. കൃത്യമായിട്ടും. അപ്പോ ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ്. ഒന്ന്, ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്തെ പ്രതിനിധീകരിക്കുന്ന നിർമ്മിത ബുദ്ധി, അതായത് AI വിശ്വാസത്തെ എങ്ങനെ നിർവചിക്കുന്നു എന്നത്. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആനിലെ സൂറ ഫുസ്സിലത്ത് എന്ന അധ്യായത്തിലെ ചില വചനങ്ങൾ. അതെ, ആ ഒരു താരതമ്യം തന്നെയാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ ആകർഷണം. കാരണം മനുഷ്യർ ഇന്ന് വിശ്വാസത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണല്ലോ AI നൽകുന്നത്. അതാണ്. ഞാൻ അടുത്തിടെ വളരെ കൗതുകത്തോടെ ഒരു AI സംവിധാനത്തോടൊരു ചോദ്യം ചോദിച്ചു. അതായത്, എന്താണൊരു മുസ്ലിമിന്റെ യഥാർത്ഥ നിർവചനം എന്ന്. അത് നൽകിയ ഉത്തരം കേട്ടപ്പോൾ ശരിക്കും ഞാനൊന്ന് ഞെട്ടി. അല്ലെങ്കിൽ എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു എന്ന് പറയാം. ഓ, ശരിക്കും ആ ഉത്തരം എന്തായിരുന്നു എന്ന് കേൾക്കാൻ എനിക്കും വലിയ താല്പര്യമുണ്ട്. കാരണം AI എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊന്നും ചിന്തിച്ചുണ്ടാക്കുന്ന ഒന്നല്ലല്ലോ. അതെ, ഒരിക്കലുമല്ല. നമ്മൾ മനുഷ്യർ, അതായത് കോടിക്കണക്കിന് ആളുകൾ ഇന്റർനെറ്റിലും മറ്റും നൽകിയിട്ടുള്ള വിവരങ്ങൾ, അഭിപ്രായങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരത്തിൽ നിന്നാണല്ലോ അത് ഉത്തരം കണ്ടെത്തുന്നത്. ചുരുക്കത്തിൽ ഇന്നത്തെ മനുഷ്യ സമൂഹം ഭൂരിപക്ഷവും ഒരു മതവിശ്വാസിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു കണ്ണാടിയാണ് ആ AI നൽകുന്ന ഉത്തരം. വാവ്, അത് വളരെ ശരിയാണ്. ആ ഉത്തരം നമ്മെ ഭയപ്പെടുത്തേണ്ടതും അതുകൊണ്ട് തന്നെയാണ്. കാരണം അത് നൽകിയ ഉത്തരം ഒരു ഒരു പാചകക്കുറിപ്പിലെ ചേരുവകളുടെ ലിസ്റ്റ് പോലെയോ അല്ലെങ്കിൽ സ്കൂളിലെ ഒരു സിലബസ് പോലെയോ ആയിരുന്നു. ഒരു ലിസ്റ്റ് പോലെ അല്ലേ? അതെ, കൃത്യമായൊരു ലിസ്റ്റ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഒന്ന്, ചില അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ, അതായത് ഏകദൈവം, മലക്കുകൾ, വിശുദ്ധ ഗ്രന്ഥങ്ങളായ ഖുർആൻ, തോറ, സുവിശേഷം, പിന്നെ പ്രവാചകന്മാർ, അന്ത്യവിധി ദിനം, ദൈവഹിതം എന്നിവയിലൊക്കെയുള്ള വിശ്വാസം. രണ്ടാമതായി ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ. ഷഹാദത്ത്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജൊക്കെ അല്ലേ? അതെ, അതൊക്കെ തന്നെ. പിന്നെ മൂന്നാമതായി ചില സാംസ്കാരികവും ധാർമ്മികവുമായ കാര്യങ്ങൾ, അതായത് ഹലാൽ ഭക്ഷണം, വസ്ത്രധാരണം, അങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങൾ. ഇത്രയുമാണ് ആ ഉത്തരം. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ കൃത്യമാണെന്ന് തോന്നും, ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന് തോന്നും. ശരിയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു നിർവചനം പോലെ തോന്നും. ആണ്. നോക്കൂ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ടല്ലോ: സത്യം, നന്മ, കാരുണ്യം, സഹജീവി സ്നേഹം. ദൈവം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ആ നിർവചനത്തിൽ ഒരക്ഷരം പോലുമില്ലായിരുന്നു. അവിടെയാണ് ഈ ചർച്ചയിലെ ഏറ്റവും കൗതുകകരമായ കാര്യം കിടക്കുന്നത്. ഇതിലെ കൗതുകകരമായ കാര്യമെന്താണെന്നാൽ, മനുഷ്യരിന്ന് വിശ്വാസത്തെ വെറുമൊരു ഔദ്യോഗിക ചട്ടക്കൂടായി മാത്രമാണ് കാണുന്നത്. ഒരു ലേബൽ പോലെ അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു ലേബൽ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എന്റെ വസ്ത്രധാരണം ശരിയാണ്. ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കാനും ബോധ്യപ്പെടുത്താനും എളുപ്പമാണ്. കാരണം അത് പുറമേ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും കാര്യങ്ങൾ അളക്കാനും തിട്ടപ്പെടുത്താനും കഴിയണമല്ലോ. എന്തിനും ഒരു ദൃശ്യപരത വേണം. ഒരു സ്കാനിംഗ് റിപ്പോർട്ട് പോലെ കറുപ്പും വെളുപ്പുമായിട്ട് കാര്യങ്ങൾ അറിയണം. അതാണ്. പക്ഷേ ഒരാളുടെ ഉള്ളിൽ കാരുണ്യമുണ്ടോ, അയാൾ സത്യസന്ധനാണോ എന്നൊന്നും പുറമേ നിന്ന് നോക്കിയാൽ അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായ ആ മനുഷ്യപ്പറ്റും സത്യവും എങ്ങനെ ആ AI നിർവചനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. വിശ്വാസം എന്നത് വെറും ബാഹ്യമായ ചടങ്ങുകൾ മാത്രമായി ചുരുങ്ങിപ്പോയി. അപ്പോ അങ്ങനെ വരുമ്പോ
ഈ ബാഹ്യമായ ചടങ്ങുകൾ മാത്രം കൃത്യമായി ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ കാലക്രമേണ വല്ലാത്തൊരു അഹങ്കാരം വളർന്നു വരില്ലേ? അതായത് ഞാൻ ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല അറിവുണ്ട്, അതിനാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്നൊരു ചിന്ത. തീർച്ചയായും വളരെ അപകടകരമായ ഒരു മനോഭാവമാണത്. ഇതിനെക്കുറിച്ച് ഖുർആനിലെ സൂറ ഫുസ്സിലത്ത് എന്ന അധ്യായത്തിലെ 50-ാമത്തെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ വചനം എന്താണ് പറയുന്നത്? അതായത് മനുഷ്യൻ എന്തെങ്കിലും കഷ്ടപ്പാടിലൂടെയോ ബുദ്ധിമുട്ടിലൂടെയോ കടന്നുപോയതിനു ശേഷം ദൈവം അവനൽപ്പം കാരുണ്യവും അനുഗ്രഹവും നൽകുമ്പോൾ അവൻ പറയുന്നത് ഇതെന്റെ അവകാശമാണ് എന്നാണ്. ഓ, എന്റെ സ്വന്തം കഴിവുകൊണ്ടാണെന്ന്. അതെ, ഇതെല്ലാം എന്റെ അർഹതയാണ്, അന്ത്യദിനം വരികയൊന്നുമില്ല എന്ന് അവൻ അഹങ്കരിക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമാണ്. ചിലർക്കൊരു ചിന്തയുണ്ട്, എനിക്ക് ഖുർആനിലും ദൈവശാസ്ത്രത്തിലും PhD ഉണ്ട്, ഞാൻ വലിയ വിശ്വാസിയാണ്, അതിനാൽ എല്ലാവരും എന്നെ പിന്തുടരണം എന്നൊക്കെ. അറിവ് കൂടുന്തോറും അഹങ്കാരവും കൂടുന്ന അവസ്ഥ. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. അതായത് യാതൊരു അധ്വാനവുമില്ലാതെ ലോട്ടറി അടിച്ചൊരാൾ അത് സ്വന്തം കഠിനാധ്വാനവും മിടുക്കും കൊണ്ടാണെന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് അങ്ങനെ അഹങ്കരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിനോട് ഇതിനെ ഉപമിക്കാമോ? വളരെ കൃത്യമായൊരു ഉപമയാണത്. ലോട്ടറി അടിച്ച ആളുടെ ആ ഒരു മനോഭാവം. കാരണം വിശ്വാസം എന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അറിവും അനുഗ്രഹങ്ങളുമെല്ലാം ദൈവത്തിന്റെ ഒരു സമ്മാനമാണ്. അത് പൂർണ്ണമായും ഒരു കാരുണ്യമാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല. അല്ലല്ലോ. അത് ഏത് നിമിഷവും തിരികെ എടുക്കപ്പെടാമെന്നൊരു ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഈ അറിവ് നമ്മളെ അഹങ്കാരികളാക്കാനല്ല, മറിച്ച് കൂടുതൽ വിനയമുള്ളവരാക്കാനാണ്, എളിമ കാണിക്കാനാണ് സഹായിക്കേണ്ടത്. പക്ഷേ ബാഹ്യമായ ചടങ്ങുകളിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് ഈ വിനയം നഷ്ടപ്പെടുന്നു. അവർ സുരക്ഷിതരാണെന്ന വ്യാജമായൊരു തോന്നലിൽ ജീവിക്കുന്നു. അതെ, ആ വ്യാജ സുരക്ഷിതത്വം. അപ്പോ സ്വന്തം കഴിവിലാണ് എല്ലാം നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ. അവിടെയാണ് മനുഷ്യന്റെ അവസരവാദപരമായ ഒരു മുഖം, അല്ലെങ്കിൽ ആ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നത്. ശരിയാണ്. സൂറ ഫുസ്സിലത്തിലെ 51-ാമത്തെ വചനം ഈ അവസ്ഥയെ വളരെ മനോഹരമായി കാണിച്ചു തരുന്നുണ്ട്. ആ വചനം പറയുന്നത് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുമാറുന്നു എന്നാണ്. അവൻ തിരിഞ്ഞുകളയുന്നു. എന്നാൽ അവന് ബുദ്ധിമുട്ടുകൾ ബാധിക്കുമ്പോഴോ അവൻ നീളമേറിയ പ്രാർത്ഥനകളുമായി ഓടിയെത്തുകയും ചെയ്യുന്നു. അതെ, കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്ന പ്രകൃതം. ഈ ലേഖനത്തിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതായത് ബിസിനസ്സിൽ വലിയ നഷ്ടം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അസുഖം വരുമ്പോഴോ മാത്രം ഉമ്മ ചെയ്യാൻ ഓടുന്ന പ്രവണത. അല്ലാത്തപ്പോൾ ആരും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. എല്ലാവർക്കും അവരവരുടേതായ ആശയങ്ങളും സ്വന്തം പരിഹാരങ്ങളുമുണ്ട്. തീർച്ചയായും മനുഷ്യർ സ്രഷ്ടാവിനെ വെറുമൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വിളിക്കുന്നൊരു സംവിധാനമാക്കി മാറ്റിയിരിക്കുന്നു. അതായത് എങ്ങനെ പറയാ, നമ്മൾ ദൈവത്തെ ഒരു എമർജൻസി ഹോട്ട്ലൈൻ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി കേടുവരുമ്പോൾ മാത്രം വിളിക്കുന്ന മെക്കാനിക്കിനെ പോലെ ആണോ കാണുന്നത്? വണ്ടി നന്നായി ഓടുമ്പോൾ നമ്മൾ ആ വഴിക്ക് പോലും നോക്കില്ലല്ലോ. കൃത്യമായും അതാണ് അവസ്ഥ. ആ മെക്കാനിക്കിന്റെ ഉപമ വളരെ അനുയോജ്യമാണ്. മനുഷ്യന്റെ ഈ വലിയ ഇരട്ടത്താപ്പാണ് ഇത് തുറന്നു കാണിക്കുന്നത്. സന്തോഷമുള്ളപ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇതെല്ലാം തന്റെ മിടുക്കുകൊണ്ടാണെന്നാണ്. അപ്പോൾ അവന് പ്രാർത്ഥിക്കാൻ സമയമില്ല. എന്നാൽ എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് കാണുമ്പോൾ അവൻ വലിയ ഭക്തനാകുന്നു. വലിയ നീളമുള്ള പ്രാർത്ഥനകൾ തുടങ്ങും. അതെ, പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ദൈവം എന്താണ് നമ്മോട് ചെയ്യാൻ പറയുന്നതെന്ന് അന്വേഷിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ്. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നടക്കണം. ഒരു കച്ചവടം പോലെ. ഞാൻ പ്രാർത്ഥിക്കാം, പകരം എന്റെ പ്രശ്നം മാറ്റിത്തരണം. അവിടെ ഒരു സ്നേഹബന്ധമില്ല, ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രം. അപ്പൊ നമ്മൾ സൃഷ്ടാവുമായി ഒരു യഥാർത്ഥ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതേയില്ല. നമ്മുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നമ്മൾ സ്വന്തമായി പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത് സൂറ ഫുസ്സിലത്തിലെ അടുത്ത വചനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് 52-ാമത്തെയും 53-ാമത്തെയും വചനങ്ങൾ. അതെ, ആ വചനങ്ങൾ മനുഷ്യന്റെ ആ ഒരു അന്ധതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വന്തം പരിഹാരങ്ങൾ തേടുന്ന മനുഷ്യർ എങ്ങനെയാണ് യഥാർത്ഥ വഴികാട്ടിയെ അവഗണിക്കുന്നത് എന്ന്. നോക്കൂ, 52-ാമത്തെ വചനം ചോദിക്കുന്നത്, ഈ ഖുർആൻ ദൈവത്തിൽ നിന്നുള്ളതാണെന്നറിഞ്ഞിട്ടും അതിനെ നിരാകരിച്ച് സത്യത്തിൽ നിന്ന് അകന്നുപോകുന്നവരെക്കാൾ വഴിപിഴച്ചവർ വേറെ ആരുണ്ട് എന്നാണ്. പിന്നെ 53-ാമത്തെ വചനത്തിൽ പറയുന്നത്, പ്രപഞ്ചത്തിലും മനുഷ്യന്റെ സ്വന്തം ഉള്ളിലും
ദൈവം തന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ കാണിച്ചു തരും എന്നാണ്. അടയാളങ്ങൾ, സയൻസ് എന്നു പറയും. അതെ, നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നാം ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ദൈവത്തിന്റെ അടയാളങ്ങളാണെങ്കിലും നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥമെന്താണ്? നമ്മുടെ കയ്യിലൊരു വ്യക്തമായ യൂസർ മാനുവൽ ഉണ്ടായിട്ടും അത് തുറന്നുപോലും നോക്കാതെ സ്വന്തമായി ഊഹിച്ച് ആ യന്ത്രം നന്നാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്? ഇതൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാകും. നിങ്ങൾ പറഞ്ഞ ആ യൂസർ മാനുവലിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. നമുക്ക് ജീവിക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ മാത്രം വിശ്വസിക്കുന്നു. ഇനി 53-ാമത്തെ വചനം പറയുന്നത് നോക്കൂ. ദൈവം നമ്മോട് സംസാരിക്കുന്നത് വെറും പഴയ ഗ്രന്ഥങ്ങളിലൂടെ മാത്രമല്ല. പിന്നെ എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെയുമാണ്. ഉദാഹരണത്തിന്, വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മഹാമാരികൾ, നമ്മുടെ തന്നെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മാനസിക പ്രശ്നങ്ങൾ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മൾ എവിടെയോ വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടയാളങ്ങളാണ്. ആ യന്ത്രം ചൂടാകുമ്പോൾ കാണിക്കുന്ന വാർണിംഗ് ലൈറ്റ് പോലെ അല്ലേ? അതെ, വാർണിംഗ് ലൈറ്റ് തന്നെ. പക്ഷെ മനുഷ്യൻ ആ അടയാളങ്ങളെ അവഗണിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ അടയാളങ്ങളെ ശരിയായി വായിക്കാനും നമ്മൾ എവിടെയാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് സ്വയം കണ്ടെത്താനും ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചാൽ മനുഷ്യൻ തന്റെ അഹങ്കാരം ഉപേക്ഷിക്കേണ്ടി വരും. താൻ ചെയ്യുന്നതാണ് ശരി എന്നാ ഒരു അഹങ്കാരം. കൃത്യമായി. അതുകൊണ്ടാണ് ഒരു യൂസർ മാനുവൽ കയ്യിലുണ്ടായിട്ടും അവൻ സ്വന്തം ഊഹങ്ങൾ വെച്ച് യന്ത്രം നന്നാക്കാൻ ശ്രമിക്കുന്നത്. ആ അന്ധതയാണ് ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം. അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കിയാൽ, കേവലം ബാഹ്യമായ ചടങ്ങുകൾക്കും ഞാൻ വലിയ പണ്ഡിതനാണെന്ന അഹങ്കാരത്തിനും കഷ്ടപ്പാടുകൾ വരുമ്പോൾ മാത്രമുള്ള അവസരവാദപരമായ പ്രാർത്ഥനകൾക്കും അപ്പുറം നമ്മൾ യഥാർത്ഥ സത്യം അന്വേഷിക്കുന്ന വിനയമുള്ളൊരു ആത്മീയതയിലേക്ക് മാറേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും. അതാണ് ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും. ബാഹ്യമായ ആചാരങ്ങൾ മാത്രമല്ല വിശ്വാസം, അത് നമ്മുടെ ഉള്ളിലെ നന്മയാണ്, എളിമയാണ്. അതെ. അപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ അറിവുകൾ നിങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ എളിമയോടെയാണോ അതോ ഇതൊക്കെ എന്റെ സ്വന്തം അവകാശമാണെന്ന രീതിയിലാണോ കാണുന്നത്? അതൊരു വലിയ ചോദ്യമാണ്, എല്ലാവരും സ്വയം ചോദിക്കേണ്ട ചോദ്യം. അതെ. ഇനി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്ത, എന്നാൽ ഈ വിഷയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്താണത്? നമ്മൾ നമ്മുടെ വിശ്വാസം ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ വേണ്ടി പലപ്പോഴും വലിയ വലിയ ബാഹ്യമായ ആചാരങ്ങളും പ്രകടനങ്ങളും നടത്താറുണ്ടല്ലോ. ഈ പ്രകടനങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുള്ള ദൈവീക സത്യങ്ങളെ കാണുന്നതിൽ നിന്ന് നമ്മെ അന്ധരാക്കുന്നത്? വാവ്! അതായത് ആ പ്രകടനങ്ങളുടെ ബഹളത്തിൽ നമ്മൾ യഥാർത്ഥ സത്യം കാണാതെ പോകുന്നു എന്നാണോ? അതെ. നമ്മുടെ ഈ ബാഹ്യമായ ലേബലുകൾ കാരണം ഉള്ളിലെ ആ സത്യം നമ്മൾ അറിയാതെ പോകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതാണ് ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇത്തരം ചിന്തോദ്ദീപകമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ആ അടയാളങ്ങൾക്കായി കണ്ണുകൾ തുറന്നിരിക്കുക, വിനയത്തോടെ അന്വേഷണങ്ങൾ തുടരുക.